പല പോസിറ്റീവ് വശങ്ങളും മതങ്ങൾക്കുണ്ട്, എല്ലാ മതങ്ങൾക്കും. പക്ഷേ ഈ അടിവസ്ത്രം പറയും പോലെ എൻ്റെ അടിവസ്ത്രം നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അതേസമയം ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടിവസ്ത്രം മോശമാണ്, എൻ്റെതാണ് നല്ലത് എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് മതത്തിൻ്റെ എല്ലാ മൂല്യവും കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിപിടി, നമ്മളെ രാജ്യത്ത് കാണുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ വളരെ എളുപ്പമാണത്. അതുകൊണ്ടാണ് മതത്തിന് എതിരെ നിൽക്കേണ്ടി വരുന്നത് പലപ്പോഴും, അല്ലാതെ മതവിശ്വാസത്തോട് എതിർപ്പുണ്ടായിട്ടല്ല. ഒരു ദൈവസങ്കല്പം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് മതങ്ങൾ സങ്കല്പിക്കുന്ന ഒരു ദൈവമല്ല. എന്ന് വെച്ചാൽ നിങ്ങളെ എല്ലാ കർമ്മങ്ങളും ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവസങ്കല്പം അല്ല. നിങ്ങളെ ജീവിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സങ്കല്പം ഉണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. ഏത് നിരീശ്വരവാദിയുടെ ഉള്ളിലും ഒരു ദൈവസ്പർശം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു കുട്ടി പൊരിവെയിലെത്തി ഇരിക്കുന്നത് കണ്ടവന് ഒരു യുക്തിവാദി എടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ യുക്തിയല്ല, യുക്തിയല്ല വർക്കൗട്ടാവുന്ന. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്പർശമുണ്ട്. അതിനെ ഞാൻ അതിനെയാണ് ദൈവസ്പർശം എന്ന് വിളിക്കുന്നത്.